ശ്രീനാരായണ ഗുരു ജനിച്ച കാലമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതുപോലെയൊക്കെ നിങ്ങളിൽ പലർക്കും വന്നിരിക്കാൻ അനുവാദം ഇല്ലാതിരുന്ന ഒരു കാലം. വസ്ത്രം അണിയാൻ മനുഷ്യന് അത്രയും അനുവാദമൊന്നും ഉണ്ടായിരുന്നു. ആ കാലത്ത് ശ്രീനാരായണ ഗുരു ജനിച്ച വർഷത്തെക്കുറിച്ച് തന്നെ ചെറിയ തർക്കങ്ങൾ. 1854 55 56 എന്നതൊക്കെ ഒരു തർക്ക വിഷയമാണ്. തർക്കമില്ലാത്ത ഒരു വിഷയം, ഒരു ഓണക്കാലത്ത് ചതയത്തിന്റെ അന്നാണ് ശ്രീനാരായണ ഗുരു ജനിച്ചതെന്നാണ്. ആ ചതയം 54 ചതയമാണോ, 55 ചതയമാണോ, 56 ചതയമാണോ, തർക്കമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ വത്സല ശിഷ്യനായ കുമാരനാശാനാണ് ഇതിനൊരു ഒത്തുതീർപ്പ് വേണമെന്ന് ആഗ്രഹിച്ചത്. കാരണം ഈ മലയാളിക്കൊരു ഒരു ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, നമ്മൾ തർക്കങ്ങളെ മുത്തം കൊടുത്ത് വളർത്തും, നമ്മൾ ശരികളെ തട്ടിത്തോട്ടിലിട്ട് കളയും. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ വേണ്ടി വന്നാൽ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയെ പരിചരിക്കാൻ നമ്മുടെ കൈ പൊങ്ങുകയല്ല. പക്ഷെ പൈസ കിട്ടിയാൽ ലണ്ടനിലെ പണക്കാരനെ പരിചരിക്കാൻ പാസ്പോർട്ടും വിസയും എടുത്ത് നെക്സ്റ്റായിട്ട് നമ്മൾ പോയി പരിചരിച്ച്, അച്ഛനെ ഇവിടെ പരിചരിക്കുന്നവർക്ക് കാശ് ഇങ്ങോട്ട് അയച്ചു കൊടുത്ത് വേറൊരാളെ കൊണ്ട് അച്ഛനെ പരിചരിക്കും. നമ്മൾ എന്നിട്ട് ലണ്ടനിലെ സാഹിത്യം പരിചരിക്കും. അപ്പൊ ഇത് കുമാരനാശാൻ അറിയാം. കുമാരനാശാൻ അതുകൊണ്ട് കരുതി, ഈ തർക്കം തീർത്തില്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷത്തിന്റെ തർക്കമായിരിക്കും സുപ്രീം കോടതിയിലെ പ്രധാന കേസായി പോകുന്നത്. SNDP-കാർ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനും കേരളത്തിനും വേണ്ടി ഒരു ഒത്തുതീർപ്പിലെത്തിയത് 54 ഒരടി കയറട്ടെ, 56 ഒരടി ഇറങ്ങട്ടെ, 55 നിശ്ചയിച്ചു. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വർഷം ഇപ്പോഴാചരിക്കുന്നത്. SNDP ആചരിക്കുന്നത് 55 വെച്ചാണ്. എന്നാൽ ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നത് 56 എന്നാണ്, ചിലർ വിശ്വസിക്കുന്നത് 54 എന്നാണ്. ഇതിനെ ഒത്തുതീർപ്പിലെത്താൻ ശ്രീനാരായണ ഗുരുവിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്ന് മാത്രമല്ല, പഴയ അമ്മമാർക്ക് വലിയ അക്ഷരമൊന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് അവർക്ക് ആകെ അറിയാവുന്നത്, നിന്നെ നൊന്ത് പ്രസവിച്ചത് പന്മന ചന്തയിൽ ഒരു ഉച്ച നേരത്ത് മഴ പെയ്ത ദിവസമാണ്. ഈ മഴ പെയ്യുന്ന ദിവസമൊക്കെ ആരന്വേഷിക്കും? അതാരുടെയും കുറ്റമല്ല. പണ്ടൊരാളിന്റെ ജന്മമല്ല. നമ്മളെല്ലാം വീടുകളിലെ പഴയ ഒരു 60-70 വയസ്സുള്ളവരുടെ ജന്മ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മിക്കവാറും എല്ലാം മെയ്യിലേക്ക്. അതെന്താന്ന് വെച്ചാൽ, ജൂണിൽ സ്കൂൾ തുറക്കുന്നുണ്ട്, മെയ് ജനിച്ചു അല്ലേ? ഈ മോളെ ഒന്നും അങ്ങനെ അറിയത്തില്ല, പക്ഷെ മോളെ അമ്മയൊക്കെ അങ്ങനെയായിരിക്കും, മെയ്യിലായിരിക്കും മിക്കവാറും. അപ്പൊ അതുകൊണ്ട് പലർക്കും ഈ ജനന ദിവസമൊക്കെ ഒന്ന് ഇപ്പോഴും എല്ലാവരും ഇപ്പൊ കൊച്ചുങ്ങൾക്ക് കൃത്യമാണ്. മാത്രമല്ല, പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഹോസ്പിറ്റലിൽ നിന്ന് രേഖ കൊടുക്കണം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും കൃത്യമാണ്. അതുകൊണ്ട് ഇപ്പം വേണമെങ്കിൽ ഈ ജന്മദിനമൊക്കെ ആചരിക്കാൻ, കേക്കൊക്കെ മുറിക്കാൻ എളുപ്പമാണ്. പണ്ട് കേക്ക് മേടിക്കാനുള്ള കാശുമില്ല, മുറിക്കാനുള്ള കത്തിയില്ല, ഒരു മധുരമില്ല. മാത്രമല്ല, കൊച്ചു ചിരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് കിട്ടുന്ന മധുരത്തെക്കാൾ വലിയ മധുരമൊന്നും അമ്മ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ കേക്കിന്റെ മധുരമുണ്ട്, പക്ഷെ ചിരിയുടെ മധുരമില്ല. അപ്പൊ ഈ കേക്കിന്റെ മധുരമാണോ നല്ലത്, അതായത് നാക്കിന്റെ മധുരമാണോ മനസ്സിന്റെ മധുരമാണോ നല്ലത് ചോദ്യം വരുന്ന കാലത്ത് ഒരു വലിയ ചോദ്യമായിരിക്കും. ഒരുപാട് അമ്മമാർക്ക് മനസ്സിൽ മധുരം കിട്ടാതെ പോകുന്ന ഒരു കാലമാണ്. പക്ഷെ നാക്കിൽ മധുരം ഒരുപാട് കിട്ടുന്നത് കൊണ്ട് മിക്കവാറും 45 വയസ്സ് കഴിഞ്ഞവരെല്ലാം പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഈ തർക്കം വളർന്നു വന്ന് അത് കേരളത്തിന്റെ മൊത്തം പ്രശ്നമാകും എന്ന് കരുതിയ കുമാരനാശാൻ ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം ആ കാലത്ത് വലിയ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു, കവിയായിരുന്നു. അതിലേറ്റവും വലുത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ ഭക്തനായി. അദ്ദേഹമാണ് 55 ഉറപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, ചിന്തകൾ
അതുമായിട്ട് ബന്ധപ്പെട്ട സംവാദങ്ങൾ, ചർച്ചകൾ നടന്നിട്ടുള്ള മനുഷ്യൻ ശ്രീനാരായണ ഗുരു. ഇപ്പോഴും ആളുകൾ എഴുതി തീർന്നിട്ടില്ല. കാരണം വിവിധ ആശയങ്ങൾ, വിവിധ രീതികൾ, വിവിധ കാഴ്ചപ്പാടിലൂടെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ലോകത്ത്. കാരണം ആ ജീവിതം സംഭാവന ചെയ്ത ദർശനങ്ങൾക്ക് ഇന്നത്തെ ലോകത്തും അത്രയേറെ പ്രസക്തി. ഞാൻ അതിന്റെ എല്ലാ വിവിധ വശങ്ങളിലേക്ക് ഓരോരുത്തർക്കും ഓരോ വർഷം പറയാം. ഇന്നതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയാം. ഇന്നതാണ് ഇന്നതിന്റെ പ്രത്യേകത എന്ന് പറയാം. ഇപ്പൊ കേരളത്തിൽ നമ്മുടെ ജീവിതത്തെ കരിപ്പിടിപ്പിച്ചത്, ജീവിതം എന്ന് പറയുന്നത് നമുക്കത്ര വരച്ചിട്ടതുപോലെ ആരും ഡിസൈൻ ചെയ്ത് തന്നല്ല. വീടിന് ഡിസൈൻ ഉണ്ട്, പക്ഷെ ജീവിതത്തിന് എന്താണ് ഡിസൈൻ? ജീവിതത്തിന് ഡിസൈൻ ഇല്ലാത്ത ഒരു കാലം കേരളത്തിലുണ്ട്. ഒരാണിന് ഒരു പെണ്ണ് എന്നൊന്നും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു കാലമുണ്ടായി. ഭർത്താവിന്റെ ഭാര്യ ഭർത്താവിന്റെ കൊച്ചുങ്ങളെ പ്രസവിക്കണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഈഴവർക്ക് മാത്രമല്ല, മിക്കവാറും എല്ലാ സമുദായം. ആ കാലത്ത് ശ്രീനാരായണ ഗുരുവിനാണ് തോന്നിയത് ഈ ജീവിതം ഒന്ന് ഡിസൈൻ ചെയ്തു. എന്റെ ഭാര്യ എന്റെ കുഞ്ഞിനെ പ്രസവിക്കണം. പെണ്ണാഗ്രഹിച്ചു എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കുഞ്ഞ് വേണം. എന്നിട്ട് ഞങ്ങൾ അതിനെ വളർത്തിയെടുക്കണം. ഞങ്ങൾക്ക് അതിനൊരു വീടുണ്ടാവണം. ആ വീടിനകത്ത് ചില മൂല്യങ്ങൾ ഉണ്ടാവണം. അവിടെ സദാചാരത്തിന്റെ ചില ചിഹ്നങ്ങൾ ഉണ്ടാവണം. അവിടെ ചിലതെല്ലാം ഇത് ശ്രീരാധാകൃഷ്ണ ചിലതല്ല നമുക്ക് അതൊക്കെ ഇവിടെ ഇരിക്കുന്ന എന്റെ പിന്നെ മോളുടെ പ്രായമുള്ളവരുണ്ട്, അനിയത്തിമാരുടെ പ്രായമുള്ളവരുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ എന്നാണ് ഈ ജീവിതത്തിൽ ഡിസൈൻ ഉണ്ടായി? എന്നാണ് മനുഷ്യന് എന്റെ ഭാര്യയെന്ന് എന്റെ ഭർത്താവ് എന്നൊക്കെ പറയാൻ, കൃത്യമായി പറയാൻ, ഉറപ്പിച്ച് പറയാൻ ഒരവസരം കിട്ടിയത് ഒരുപാട് കാലമൊന്നുമായി. അത് തന്നത് ശ്രീനാരായണ. അദ്ദേഹം രാവിലെ എണീച്ച് വീട് ഇങ്ങനെ തീരുമാനിച്ചല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ വെളിച്ചത്തിലാണ് മനുഷ്യൻ അങ്ങനെ ചിലത് വേണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണമെന്ന് തോന്നി. അതിനു മുമ്പുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ കേരളത്തിൽ നോവലുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, കഥകളിൽ